ഹലോ ഗേൾസ്, ഞങ്ങൾ വയനാട് സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിൽ പോയെന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ടോ. അപ്പം ഞങ്ങൾക്ക് സലൂന് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാനുണ്ടായിന്. അപ്പം നമ്മളെ കണ്ണൂരിൽ നിന്ന് വന്ന സൂറത്താത്ത, അതുപോലെ തന്നെ സാബിറ സാബി, നജില റഫീഖ് ഓലൊക്കെ സലൂന് ഗിഫ്റ്റ് വാങ്ങിയിനി. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ സ്കൈ ബ്ലൂവിൻ്റെ ഉള്ളിൽ പാർക്കുണ്ട്, ആ പാർക്കിലേക്ക് കയറണം കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വേണം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര ചെയ്യുന്നത് കേട്ടോ. കാരണം പോരാൻ നേരത്താണ് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. പാസ്വർത്താൻ്റെ വകയായിട്ട് ഒരു വാച്ചും പിന്നെ 4 പട്ട വാച്ചാണ്, പക്ഷെ 4 പട്ട ഉണ്ടായിന് കളറിൻ്റെ ഡ്രസ്സിനനുസരിച്ച് ഇടാൻ പറ്റിയത്. പിന്നെ വലിയമ്മച്ചിക്ക് ഒരു മാക്സി ഉണ്ടായിന്. പിന്നെ സരുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടൊരു ഫ്രെയിമൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പം നജില റഫീഖും അതുപോലെ തന്നെ ഒരു പിന്നെ മൊമെൻ്റോ ആണ് കൊടുത്തത്. പിന്നെ നമ്മളെ സാബി ഒരു ബാഗും അതുപോലെ ഒരു കപ്പിൽ സരുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്താ പറയാ പറഞ്ഞോ, നിങ്ങൾക്ക് 2 ഫോണ്ടാ ഞാനിങ്ങനെ പറയൂ. എന്താ നിങ്ങൾക്ക് ഞാനിങ്ങനെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഞാൻ അമ്മൾതീര് പെടണോ വെറുതെ ഗിഫ്റ്റ് കൊടുക്കണത്? നിങ്ങൾ നമ്മൾ അതിനായിട്ടൊരു സമയം ഉണ്ടാവുമായിരിക്കും. അല്ല ഇവര് ഇവരുടെ ചാനലിൽ ഇടാനുള്ളതല്ലേ. അപ്പൊ എല്ലാവരും ടെൻഷൻ ആവും പറഞ്ഞിട്ട് ഇതാണ് കൊടുക്കലാണ്. ഷടല്ല കാടല്ലല്ലോ ഈ പച്ചപ്പണ്ടില്ലേ. ഇവിടൊക്കെ ഇങ്ങനെ എടുത്തുതരാം. അപ്പം ഞങ്ങളിപ്പം ഇവിടെ സ്കൈ ബ്ലൂ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഉള്ളത്. പിന്നെ ഇവിടെ എന്താ പരിപാടി? ഇവിടെ പരിപാടി കുട്ടികൾ കളിക്കണമൊക്കെ ഉണ്ടല്ലോ. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ഒരുപാട് ആളുകൾ നീന്തി തുടിക്കുന്നുണ്ട്. കാരണം അതാ കണ്ടില്ലേ, സ്വിമ്മിംഗ് പൂളിൽ അങ്ങോട്ടൊന്നും കാണിക്കാൻ വയ്യ. കാരണം ആളുകൾ സ്കൈ ബ്ലൂ ഇതാണ് നമ്മളെ റിസോർട്ട് കേട്ടോ. ബായ് എല്ലാരും ഇവിടെ. ഇവിടുത്തെ ബായ്. ആ അതെ, കുറച്ച് അറിയുള്ളൂ. ചായ കുടിച്ചോ? എനിക്കത്രയ്ക്ക് തന്നെ, എനിക്ക് ഹിന്ദി അറിയില്ല, അതുകൊണ്ട് ഞാൻ അത്ര തോനെ സംസാരിക്കൂല. ഹിന്ദി ഔട്ട് ഓഫ് ഇന്ത്യ, നേപ്പാളാണ് നമ്മളെ ബായിട്ടോ റിസോർട്ടത്തെ. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഇനി ഞങ്ങൾക്ക് പോകണം. ഞങ്ങൾ റൂമുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓരോ അല്ല, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ മതി, ഒന്നുമില്ല. അങ്ങനെ അസുവിന്റെ അല്ലേ, ഞാൻ എടുക്കാം. അസുവിന് കൊടുക്കണേ ഞാനും ഓരോ കൂടെ നിന്നിട്ടില്ല, നമ്മളെല്ലാരും കൂടെ ഉള്ള ഫോട്ടോ വേണം. അപ്പൊ നമ്മള് ഊനാലൊക്കെ അടിക്കാം. കിട്ടുണ്ടോ എല്ലാരും? ഇൻട്രൊഡക്ഷൻ കൊടുത്താലോ? ഇങ്ങനെ ഹായ്, ഞങ്ങൾ ഇന്ന് ഇത് വയനാട്ട് വൈത്തിരിയില് ഇത് ഈ റിസോർട്ടിന്റെ പേര് വയനാട് വൈത്തിരി
വൈത്തിരി വൈത്തിരി അല്ല അസുഖ വയറ്റിലുള്ളത് വയറ്റിലില്ല. ഹായ് അസ്സലാമലൈക്കും. അപ്പൊ ഞങ്ങള് ഇപ്പോഴും ഇൻട്രോ പറഞ്ഞോളൂ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോഴും ഇൻട്രോ ആണല്ലോ. വേണ്ട വേണ്ട ഞങ്ങൾ പറഞ്ഞ ഞാൻ കൊറേ പറഞ്ഞല്ലേ. പറയ് ഹായ് ഫ്രണ്ട്സ് പറഞ്ഞാൽ മതി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞങ്ങള് വയനാട് വൈത്തിരിയിലുള്ള ആദ്യം പറയുന്നത് അന്ന് അയച്ചു ഹായ് ഫ്രണ്ട്സ് എന്നപ്പോൾ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഞാൻ സംസാരിക്കും, ഒരാൾ തന്നെ പറയരുത്. എല്ലാരും ഹായ് ഫ്രണ്ട്സ്. എന്റെ ചങ്കാളൊക്കെ ഉണ്ട് എന്റെ കൂടെ. അതാ അഞ്ഞു വേല എല്ലാരും കൂടെ സംസാരിച്ചോട്ടും. അപ്പൊ ഞങ്ങളുള്ളത് വയനാട് വൈത്തിരി സ്കൈ ബ്ലൂ റിസോർട്ടിലാണ് ഉള്ളത്. അപ്പൊ റാബിയാവശ്യം നിങ്ങൾക്ക് അറിയാനായല്ലേ വർഷകരെ, നമ്മളെ ജെസ്സി അതാ നമ്മളെ സപ്പുട്ടിയെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓളിപ്പോ മൂന്നാർ പോയി കറങ്ങാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഇവിടെ സ്റ്റേ ആയിരുന്നു കേട്ടാ. അപ്പൊ കുറച്ച് ഫാമിലിയും കൂടെ ഒക്കെ അവിടെ ഉണ്ട്. എല്ലാരും ഇങ്ങനെ റെഡി ആവാണ്. അപ്പൊ കുറച്ച് ആളുകൾ ഇവിടെ റെഡി ആയി. ഞങ്ങൾ കാര്യങ്ങൾ ഞങ്ങള് കണ്ണൂര് തന്നെ. വയനാട് മലപ്പുറം ചെമ്മാട് വളപുരം ഒക്കെ ഉണ്ട്. അരീക്കോട് പിന്നെ എന്താണ് കുണ്ടോട്ടി വാണിക്ക ബുള്ളറ്റ് വാണിക്ക ഫാമിലി. അത് പറഞ്ഞില്ല ഞാൻ ബോസല്ലേ. അതിന് 3 ആൾക്കാര് മിസ്സായിക്കോണു. ഷബീർ ഷാനും ഇല്ല, പിന്നെ നിസാറും ഇല്ല, പിന്നെ സപ്പോർട്ടില്ല. ഓലെ പറയണ്ടേ ഓലെ. മറ്റുള്ളവരൊന്നും നമ്മളെ അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മളെ എന്താ അസൂസ് മിക്സ് അല്ലേ? അസൂസ് മിക്സ്. അവന്റെ ചാനലിന്റെ പേര് അസൂസ് മിക്സ് ട്ടാ. അപ്പൊ അവരൊരു ഗിഫ്റ്റ് നമ്മളെ സലൂന് കൊടുക്കണ്ട്. അപ്പൊ അതിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ചിന്റെ അടുത്ത് കാണാം. ഓപ്പൺ ആയി കൊടുക്കും. ഇത് പ്രൈമാണല്ലോ. വേറെ ഉണ്ട്. ഇന്നത്തെ ടൈം ഔട്ട് ആയ അപ്പൊ ഇതാ അവിടെ അസൂസ് എടുക്കുമനെ. അപ്പൊ അസൂസ് ഇതാ അവിടെ ഗിഫ്റ്റ് ഒക്കെ കൈമാറിയിട്ടുണ്ട് നമ്മളെ വാച്ചോ വാച്ചൊക്കെ ഉണ്ട്. പിന്നെന്താ വേണ്ടേ വാച്ചൊക്കെയാണോ അത് ഓപ്പൺ ആക്കി കാണിക്കുക. അതെ അപ്പൊ നമ്മള് കാണിക്കല്ലേ, ഗിഫ്റ്റ് കാണിക്കല്ലേ? കാണിക്കാം. പിന്നെ ശരി വീട്ടിലെടുത്ത് ശരി മനസ്സിലെടുത്തോളൂ. അതെ ആടിപ്പോന്നല്ലേ ആടണോ? ആട്ടം നിർത്താം നമുക്ക്. കുഴപ്പമില്ല. വേഗം തുറക്കൂ, ഓന് കയ്യറിയുണ്ടാവും. അതെ അതെ ഞാന് ഹെൽപ്പ് ചെയ്യാം. അതിന്റെ ഫോട്ടോ ഫ്രെയിം അല്ല വെല്ലിമാന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. എന്താ പടച്ച ഇതെന്താണ് അടിപൊളി ഡ്രസ്സാണ്. ഇത് വല്യമാക്കുള്ള മാക്സിയാണ്. നല്ല കളറും ഇതാണ്ടാ പ്രിന്റഡ്. അതെ അതെ മക്കളെ യൂട്യൂബ് സെലീനാണ് കിച്ചൺ വളപുരം. വാച്ചാണ് ഇത്. ഇനി സലൂന്റെ ചാനല് കാണിച്ചു തന്നോളൂ. മറ്റേ ഇപ്പൊ ഞങ്ങളൊരു 3-4 ടീം ഇവിടെ വീഡിയോ എടുക്കണ്ടേ. എല്ലാത്തിലും ഒരു വാച്ചൊക്കെ നമ്മള് കൈപാട് കെട്ടിക്കോളൂ. പിന്നെ കാണണ്ടേ പൊട്ടിച്ചാണ്ട് കെട്ടി കൊടുക്കും. അസുവിനെ കെട്ടി കൊടുക്കും. അപ്പൊ പൊട്ടിക്കട്ടെട്ടാ. നയിച്ചിട
അപ്പൊ അത് ഞാൻ അയിമ തന്നെ അങ്ങനെ മറ്റേ ഒട്ടിച്ചു ഐഫോൺ അതെ ഐഫോൺ പൊട്ടിക്കണ ഫീലാണ്. ഞാൻ കെട്ടിയ മൊബൈലിന്റെ കാര്യം കാണാൻ മൊബൈലാണോ വിചാരിച്ചില്ലേ? ആ കഷ്ടപ്പെടാം ഓ ആ സ്റ്റിക്കർ ഇവിടെ തന്നെ മോനെ കൊഴപ്പില്ല, അങ്ങനെ ആക്കിട്ട് ആവശ്യമുള്ള കട്ട് ചെയ്ത് എടുത്തോളൂ അവര്. അല്ല സെലൂന്റെ എടുത്തിട്ടില്ല, സെലൂന്റെ ഫോണിൽ എടുക്കായിരുന്നില്ലേ ഞാൻ? ഏതായാലും എന്നും കൂടി അല്ല സെലു ഇപ്പൊ ഇത് എടുക്കുമായിരിക്കും, തന്നതൊക്കെ ഗിഫ്റ്റ് കാണിച്ചു കൊടുത്താണ്ടിട്ടാ. മോനെ എടുത്തോ? വീണ് പോവും. ആ മോനെ പാവം കൂടെ വീഡിയോയില് കാണിക്കാൻ വേണ്ടിട്ടാ അതെ അതെ. എന്നാലേ അതൊക്കെ ഒരു രസമുള്ളൂ. പട്ട മാറ്റുന്ന വാച്ചാണ് കേട്ടാ. മൂന്ന് കളറിലെ പട്ട ഉണ്ട് കേട്ടാ. സ്മാർട്ട് വാച്ചാണ്, 3 കളറിലുണ്ട്. അടിപൊളി വാച്ചാണ്. എന്നാ സോ ഇതൊന്ന് സെറ്റ് ആക്കി കൊടുക്കേ. അപ്പൊ ഓരോ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള മാച്ച്. അപ്പൊ വാട്സപ്പ് ഒക്കെ ഉണ്ടാ അതെല്ലാം വെക്കാൻ പറ്റുമല്ലോ. എനിക്കറിയില്ല. അതില് അത് എനിക്ക് എങ്ങനെ കെട്ടുന്നതാണെന്ന് ശ്രദ്ധിച്ചു. എന്നാക്കി പട്ട ഓരോ ഡ്രസ്സൊക്കെ അനുസരിച്ച് മാറ്റി കെട്ടാം. അതെ, അത് കാണിച്ചു കൊടുത്താ അത് ശ്രദ്ധിച്ച് നോക്കും എങ്ങനെയാണെന്നില്ല. പിന്നെ ഫ്രെയിം നോക്കട്ടെ. അടിപൊളിയാണ്. അടിപൊളി മാഷാ അല്ലാഹ്. സലൂ കിച്ചൺ വളപ്പുരം, യൂട്യൂബിന്റെ ചിഹ്നവും അസൂസിന്റെ ചിഹ്നവും. ഇതെന്താ അവര് കൊടുത്ത ഇതാണ്. അതിന്റെ ഒരു ഇതാണ് ഇതാട്ടാ, നന്നായിട്ടുണ്ട്. അടിപൊളി മാഷാ അല്ലാഹ്. അതെ അതെ. എന്റെ ഫേവറേറ്റ് പച്ചന്റെ അത് ഞാൻ നോക്കിട്ടില്ല. ചാർജ് ചെയ്യണം. ചാർജർ ഇല്ലേ? ഉണ്ടാവുമല്ലോ. ഇതിന്റെ ഫോൺ റീൽസോ എന്തെങ്കിലും ഇടൂലെന്നാ അസോ റീലോ ഷോർട്ടോ യൂട്യൂബോ ഞാനൊക്കെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞു. ഞാൻ പറയുമ്പോ ആൾക്കാർക്ക് കിട്ടുമോ? അല്ല അമ്മതിയിലല്ല ഇപ്പൊ അമ്മ പറഞ്ഞിട്ട് ഇതിനൊപ്പം പറഞ്ഞു കൊടുക്കാനൊന്നും ചിലപ്പോ കിട്ടൂല വീഡിയോ. പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഇപ്പൊ ആദ്യമായിരുന്നില്ല, ആദ്യമായിരുന്നില്ലപ്പോ എനിക്കിപ്പോ മനസ്സിലിപ്പോ നിൽക്കുന്നില്ല. ഇതൊന്നും ഇതാക്കി കൊടുത്തു. ഇത് വേറൊരു മോഡലാ. അങ്ങനെയാണല്ലേ? ടൈറ്റ് കുടിച്ചു ചാർജ് അടിപൊളിയാ. പിങ്ക് ഹലോ ഹലോ സ്മാർട്ട് വാച്ച് ചാർജ് ചാർജ് ചെയ്യല കുത്തിയേക്കില്ല സുഖ. മറ്റേ നമ്മളെ മൊബൈലിന്റെ ഇതിങ്ങനെ ഇതിന്റെ മേലേക്ക് അതിന്റെ പിന്നെ ഒരു റിങ് ഇതിന്റെ മാതിരി വട്ടത്തിലുള്ള സാധനത്തേക്ക് ഇറക്കിക്കല്ലേ. പിന്നെന്താ തന്നതായിട്ടുള്ള പറയാൻ പറയും. അതാണ് 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 പറഞ്ഞോട്ടെ. അതിലെന്നെ പറഞ്ഞു. അതൊന്ന് ഓണാക്കി കൊടുക്കേ. അല്ല, ഒരാള് അവിടുന്ന് എടുത്തു കൊടുത്താല് ഓള് പറയുമ്പോ അത് ആ ഇതൊക്കെ ഇതില് വരും. അപ്പൊ നിങ്ങൾ ഇത് അങ്ങനെ ഇയാൾ തന്നതാണ് വാച്ചുണ്ട്. പിന്നെ വല്യമാക്കിനെ ഇങ്ങോട്ട് കുറച്ച് ദൂരേക്ക് നിന്ന് അവരെല്ലാരും കിട്ടട്ടെ. അതെ അതെ അതെ. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കൂടെ ഉള്ളത് ഇപ്പൊ കണ്ണൂർ കിച്ചണിലെ താത്ത. എന്താണ് പേര്? കണ്ണൂർ കിച്ചൺ. കണ്ണൂർ കിച്ചൺ അസോസ്. അവിടെ ഓര് തന്നതാണ് ഈ വാച്ച്. നല്ലൊരു വാച്ച്, ഫോൺ വാച്ച് എന്ന് പറയില്ല എല്ലാരും കുട്ടികൾ. സ്മാർട്ട് വാച്ച്. ഓക്കെ, പിന്നെ ഡ്രസ്സിന് മാച്ച് തന്നെയാണ്. ഓക്കെ, വാച്ച് പട്ട മാറ്റുന്ന വാച്ചാട്ടോ. പിന്നെ നമ്മളെ ഫ്രെയിം, ഫോട്ടോ ഫ്രെയിം സലൂ കിച്ചൺ വളപുരം. പിന്നെ യൂട്യൂബിന്റെ ചിഹ്നമുണ്ട്. പിന്നെ അതുണ്ട്, പിന്നെ ഇവരെ അതിന് ചിഹ്നമുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട്? ഉഷാറല്ലേ?
ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു എന്റെ പൊന്നട്ടെ ഇത് അത് ഇത് മറ്റേ ഇതിന്റെ കമ്പനിയിൽ ഇതിന്റെ ലോഗോ എടുത്ത് ഇത് ഒരാള് എന്റെ കല്യാൺ സിൽസില് ഒരു പരസ്യത്തില് വരച്ചുണ്ടാക്കി എന്റെ ഫോട്ടോ അതിലുണ്ടല്ലോ ഷെമീറിന്റെ കൂട്ടുകാരൻ അയച്ചു കൊടുത്ത് ആ വല്യമ്മ നമ്മളെ ക്യാമറമാൻ വല്യമ്മക്ക് കിട്ടുമെന്നുള്ളൊരു സംശയമാണ്. അത്രയും നല്ല ഭംഗിയുള്ള പക്ഷെ വല്യമ്മ പക്ഷെ 52 വല്യമ്മക്ക് വീതിയൊക്കെ ഉള്ളതാണോ? പിന്നെ ഞാൻ തന്നെ എടുക്കും. വല്യമ്മ അങ്ങനത്തെ ഒരു കളറാ വല്യമ്മ ഇടാൻ പറ്റുമോ? സൈസ് വാങ്ങാണെങ്കിൽ സ്ഥലം എടുക്കും. അല്ലെങ്കിൽ വല്യമ്മക്ക് പുള്ളിയല്ല അപ്പൊ ഞാൻ എടുക്കുമ്പോ വല്യമ്മക്ക് വേറെ കൊടുക്കും. അതെ അതെ പുള്ളിയുടെ കളറും കാണാനല്ലേ. അപ്പൊ നിങ്ങക്ക് എന്താണ് പറയാനുള്ളത്? സുഖല്ലേ എല്ലാവർക്കും? അപ്പൊ ഇതിലേക്ക് വരണം എന്ന് പറയാനുണ്ട്. ഇന്നലെ പറഞ്ഞു പക്ഷെങ്കിലേ വരാൻ പറ്റൂലോ. അപ്പൊ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ജെസ്സിനെ വിളിച്ചു തരാൻ പോരാ. ഓരും വിളിക്കണം എന്നെ വിളിച്ച പോലെ. ഇവിടെ വന്നിനി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു മുന്നേ കല്യാണത്തിന് ഹസ്ബൻഡിന്റെ വീട്ടിക്ക് തന്നെ ഞങ്ങളൊക്കെ കുത്തിക്കൊണ്ട് പഠിച്ചോനാ. ഊരിട്ടോ ഞാൻ റാബിയാനോഷു മാനിക്ക ഒരു ദിവസം ഞാന് മാനിക്ക വഴി ഫസ്റ്റില് ഞാൻ ആ വീഡിയോ എടുത്തത്. ഞങ്ങൾ എടുത്തില്ല. അതോ ഇൻസ്റ്റയിലൊക്കെ എല്ലാം കയറി പോയിട്ടുണ്ട്. പിന്നെ അവള് മണിക്കാനോട് നമ്പർ വെച്ചിട്ട് അങ്ങനെ പോയി. അങ്ങനെ അങ്ങനെ എല്ലാരും ഫ്രണ്ട്സായി. ഇനിയിപ്പോ നമ്മളെ കമർത്താത്താനെ കാണാൻ പോണ്ട്. മറ്റേ കമർത്താത്തല്ലേ അവിടെ നല്ല നെറ്റുണ്ട് കഫ്താനിയൊക്കെ. ഞാനും ജെസ്സിയും കൂടെ പോണമെന്ന് ഇനി പോന്നു. ഇതാണ് നമ്മളെ റാബിയാനോഷ്. നമ്മളെ പ്രിയപ്പെട്ട പിന്നെ ചങ്കാണ് കേട്ടോ ജെസ്സി. അതെ ജെസ്സി അവിടെ ഫുള്ളാക്കട്ടെ. അപ്പൊ നമ്മക്ക് മിസ് ചെയ്യണത് നമ്മളെ പിന്നെ സപ്പൂട്ടിയാണ്. സപ്പൂട്ടിനെ ഒരിക്കലും നമ്മള് ഈ കിട്ടുന്നതന്നെ വിചാരിച്ചത് പക്ഷെ കിട്ടിയില്ല. അവള് പിന്നെ യാത്ര പോയതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അവളെ ഞങ്ങൾ കൊണ്ടുവരാം. നല്ല കോമഡി പാട്ടൊക്കെ നല്ല പാടും. നമ്മൾ ഇന്നലെ പാട്ടൊക്കെ പാടാൻ വിചാരിച്ചേ മൈക്ക് സെറ്റ് ഒന്നും ശരിയായില്ല. പിന്നെ ഈ വാച്ചൊക്കെ കഴിച്ചിട്ട് നമ്മളാ ഏജ് തന്നെ എടുത്താലോ. പിന്നെ അപ്പൊ നമ്മളെ സ്കൈ ബ്ലൂ എന്താ പറയാ റിസോർട്ടിലെ അടിപൊളിയാണ്. ചാർജ് ചെയ്യണം. ഒന്ന് കാണിച്ചു കൊടുത്താളി. നമുക്ക് വന്നിട്ട് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലം. കൊറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല. ചാനലിന്റെ പേര് പറഞ്ഞല്ലോ. പറഞ്ഞിട്ടില്ല. ആദ്യം മറക്കണല്ലോ. അതല്ല തുടക്കത്തിൽ പറഞ്ഞത്. വേറെ എന്തൊക്കെയാ മക്കളെ വിശേഷം? ചായ കാലിച്ചായ കുടിച്ചു. ഇനിയിപ്പോ എന്റെ കുട്ടികൾക്ക് പറയാന് ഈ ശരിതാത്താക്ക് എന്നും ഫുഡ് കഴിക്കലെന്നെ പണി. അപ്പൊ ഫുഡ് കഴിച്ചാലല്ലേ ഊർജ്ജം ഉണ്ടാവുള്ളൂ. വണ്ടിക്ക് ഡീസൽ അടിച്ചാലേ വണ്ടി ഓടുള്ളൂ. അതുപോലത്തെ ഒരു വണ്ടിയാണ് നമ്മളും. നമ്മളും അതുപോലെ തന്നെയാണ്. പെട്രോളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കാര്യായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗ്യാസും വരാൻ തുടങ്ങിക്കോളും. എപ്പോഴാപ്പോ അതൊന്നും രാത്രി കഴിക്കാൻ പറ്റില്ലല്ലേ. അരിയൊക്കെ ഉണ്ടായി പച്ചരി കട ഉണ്ടായി. നമുക്കൊരു നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഒരു പിന്നെ കടു പൊട്ടിച്ചിട്ട് ഒരു പണ്ടേ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുമല്ലോ, പച്ചരി ഉപ്പുമാവ്. കണ്ണൂർ ഉണ്ടാക്കാറില്ല? അതെങ്ങനെ കടു പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടാക്കും നെയ്ച്ചോറ് പോലെ. പച്ചരി നമ്മളെ പിന്നെ പൊടിപ്പിക്കണ അരിയില്ലേ. അപ്പൊ മക്കളെ അപ്പൊ മാണിക്ക വീഴ്ചിട്ടില്ലാതാ തോന്നുന്നു. മാണിക്ക 10 മണി കഴിയുമെന്നല്ല പറഞ്ഞത്. പോത്ത് പോലെ കിടന്ന് ഓസ് ഉറങ്ങാണ്. ഞങ്ങൾക്കാണെങ്കിലോ പല പഴിച്ചിട്ടും വയ്യ. എന്നാ അപ്പൊ ഓസിലെ കൂട്ടുകാർ പോയാലോ? അല്ല ഒരു കാച്ചായാലും കുടിച്ചിട്ട് പിന്നെ അവരോട് പറയണ്ട അലാപതാട്ട് ഇന്റെ വയറ് കഴിച്ച് ഗ്യാസ് വയറ് കൊടുത്തോതാവും. ഗ്യാസ് സത്യം. ഇവിടെ ഹോട്ടൽ ഉണ്ടാവാ. ഇവിടെ ഹോട്ടൽ ഉണ്ടാവാം. കുറച്ചങ്ങോട്ട് പോകേണ്ടി വരും. വേറെന്തൊക്കെ വിശേഷം മക്കളെ? എന്താ ജെസ്സിയുടെ കഥ? അപ്പൊ ഷെമി ഷാരൂനെ മിസ് ചെയ്തെന്ന് വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ മുർഷിമാഷും ഓക്കെ ബുള്ളറ്റ് മാനിക്കും ഓക്കെ ബൈ. ഇതാണ് പ്രധാനപ്പെട്ട ആൾ. ഈ രണ്ടട ഈ സ്റ്റിക്കിനെത്താവല ഇതിനെത്ര 800
മറ്റേ സംഭവത്തിന് അതുണ്ടാവും ഇവിടെ അട്ടുണ്ടാവും ഇവിടെ ബാത്റൂമിലെല്ലാം ഉണ്ടായിനി ആ സ്ഥിതിക്ക് ഇവിടെ ഉണ്ടാകാണ്ട് കൂടാതെ എവിടെ ബാത്റൂമില് നമ്മളെ ബാത്റൂമിലുണ്ടായിനി പുറത്തുണ്ടായി ഇനി പോരി ഞാൻ വെറുതെ ഇവിടെ നിക്കണ്ട പോരി അതെ എല്ലാരും ഒന്നിച്ചെടുക്കുമ്പോ എല്ലാരും കൂടി ക്യാമറയും കൊണ്ടുവരും അല്ല ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ വീഡിയോയിൽ അടുത്ത വീഡിയോ ആക്കാൻ പറ്റുന്നല്ലേ പറഞ്ഞത് അത് പറ്റുമോ? ഇപ്പൊ നമ്മളടുത്ത് ഒരുപാട് ലെങ്ത് ഇല്ലേ അപ്പൊ ഈ എഡിറ്റിങ്ങും ഇതൊന്നും അറിയാണ്ട് ടൈം കറക്റ്റ് ആക്കാതെ എങ്ങനെ ഇപ്പൊ ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യല് ഇൻസ്റ്റയിലല്ല പോസ്റ്റ് അത് കുറച്ചേ ഉണ്ടാവുള്ളൂ അതിന് കൂടുതലായിട്ട് അത് എനിക്ക് അയച്ചതാ വഴി കേട്ടോ. അപ്പൊ ഞമ്മളെ വക സെലീന താത്താക്കുള്ള ഗിഫ്റ്റ് ആണിത്. എന്താണാവത്? പൊട്ടിച്ച് നോക്കിയാലോ. വടച്ചോനെ മൊമെന്റോ ആണ്. ഇഷ്ടായോ? അടിപൊളിയാണ്. ഫോട്ടോ എങ്ങനെയുണ്ട്? ഇത് ജെസ്സിയുടെ ഫോട്ടോ അടിപൊളി. ഇങ്ങോട്ട് നോക്ക്. ഷോക്കേസ് ഇപ്പൊ അറിയാലോ മനസ്സിന്. ഇതാണ് ഞങ്ങളെ ചാനലിന്റെ പേര്, നിജ്ല റഫീഖ്. വല്യമാന്റെ ഫോട്ടോ കൂടെ വെക്കണമെന്നുണ്ടായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നു. നിങ്ങളെങ്ങനെ വാങ്ങിയിട്ട് എങ്ങനെ വാങ്ങിയിട്ട് നമ്മള് ഫോട്ടോ ചെയ്യും. ഫോട്ടോ ഉണ്ടാക്കില്ലേ? നന്നായിട്ടുണ്ട്, സൂപ്പറാണ്. ഓക്കെ, ഒരു അവാർഡ് എന്ന് പറഞ്ഞ മാതിരി ഒരു അവാർഡ് കിട്ടി. കേവല ക്യാഷ് അവാർഡ് എന്ന് പറയില്ലേ, സ്കൂളിൽ പഠിക്കുമ്പോ നമുക്കൊരു സമ്മാനം അടിച്ച മാതിരി. എന്താ ഇത് കാണുമ്പോ നമുക്ക് ഞങ്ങളെ ഓർമ്മാവും. ഞങ്ങളെ ഫോട്ടോ ഉണ്ടല്ലോ നല്ല. നന്നായിട്ടുണ്ട് ഗിഫ്റ്റ് ഒക്കെ. ഓക്കെ, ഇഷ്ടായോ? അടിപൊളി. അടുത്ത ആളാ വരുന്നത്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. വേഗം ഇവിടെ ശരിക്കും നല്ല വിശേഷം. സുഖമാണ്. എന്റെ വക ചെറിയൊരു സമ്മാനം നമ്മളെ കൊണ്ട് കഴിയുന്നത്. അടിപൊളി വേഗ് കടലകള് അതിന്റെ അകത്ത് ഉണ്ട്. അതിന്റെ ആ കറിയ വല്ല അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇത് ദിവസം ചായ എടുക്കുമ്പോ ഓർമ്മ വരും. നമ്മളവിടെ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ എടുക്കണം. അപ്പൊ വൈറ്റ് മക്കളെ സമ്മാനങ്ങളൊക്കെ ഏറ്റു വാങ്ങി നിൽക്കുകയാണ്. കൈ നിറയെ സമ്മാനങ്ങളും കെട്ടും. അത് പൊളിച്ചോക്കറാ. അത് പൊളിച്ചോ. റെക്കോർഡ് അടിച്ചിട്ടില്ലേ? അടിപൊളി കപ്പാണ് മക്കളെ. നിക്കങ്ങോട്ട്. സമ്മാനം നമ്മള് എന്താണ് അൺബോക്സ് ചെയ്യാൻ. വാവ്, ഭയങ്കര പടച്ചോനെ. സൂപ്പർ. കപ്പിനുമ്പോ ഞാനായി എടുക്കോ ചായ കുടിക്കാനും. അടിപൊളിയല്ലേ? സെലു കിച്ചാണ് വളപ്പുരം. ഷോക്കേസിൽ ഇങ്ങനെ നിറയും സെലു കിച്ചന്റെ ഫോട്ടോ. ക്ലോക്കായി കൊറേ ക്ലോക്കും ഉണ്ട്. അത് കൈ മറന്നല്ല ഫോട്ടോ. വീഡിയോ ഇല്ലാതെ എല്ലാരും വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കുന്നു. അതുണ്ടാവും ഇവിടെ അട്ടുണ്ടാവും ഇവിടെ. ബാത്റൂമിലെല്ലാം ഉണ്ടായിനി ആ സ്ഥിതിക്ക് ഇവിടെ ഉണ്ടാകാണ്ട് കൂടാതെ എവിടെ ബാത്റൂമില്?
ഇമ്മി പോരി, ഞാൻ വെറുതെ ഇവിടെ നിൽക്കണ്ട, പോരി. അതെ, എല്ലാരും ഒന്നിച്ചിട്ട് എടുക്കുമ്പോ എല്ലാരും കൂടി അല്ല, ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ വീഡിയോ എടുത്ത് വീഡിയോ അത് കൈ മറന്നില്ല ഫോട്ടോ. നിങ്ങളൊക്കെ എന്നാ കാണുക?